ഈ പെൺകുട്ടിക്ക് 200 പൗണ്ട് ഭാരമുള്ള മെറ്റൽ ഷൂസുകൾ ധരിക്കേണ്ടി വന്നിരുന്നു. കാരണം അവ ഊരിമാറ്റിയാൽ അവൾ ഒരു ബലൂൺ പോലെ പറന്നുയരുമായിരുന്നു. ഈ കോട്ടയ്ക്കുള്ളിലെ എല്ലാവർക്കും ഓരോരോ പ്രത്യേക കഴിവുകളുണ്ടായിരുന്നു. ഒലിവ് വെള്ളത്തിൽ തൊട്ടാൽ മാത്രം മതി, അത് 100 ഡിഗ്രി ചൂടിൽ തിളയ്ക്കുമായിരുന്നു. ഫിയോണയ്ക്ക് എന്തിനേയും വലുതാക്കാൻ കഴിയുമായിരുന്നു. ബ്രോൺവിൻ വളരെ ശക്തിയായതിനാൽ അവൾക്ക് എന്തിനേയും നിസ്സാരമായി ഉയർത്താൻ കഴിയുമായിരുന്നു. കൂടാതെ തങ്ങളുടെ മുഖം കാണുന്നവരെ കല്ലാക്കി മാറ്റാൻ കഴിയുന്നതിനാൽ എല്ലായ്പ്പോഴും മുഖം മറച്ചിരുന്ന ഇരട്ടകളുമുണ്ടായിരുന്നു. അവർ കോട്ടയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും അത്താഴത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങി. എന്നാൽ ഈ ആൺകുട്ടി വായ തുറന്നയുടൻ ഒരു കൂട്ടം തേനീച്ചകൾ വായയിൽ നിന്ന് പുറത്തേക്ക് പറന്നു. മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാൻ അവൻ തന്റെ മാസ്ക് എടുത്ത് തേനീച്ചകളെ തിരികെ വായിലേക്ക് വലിച്ചെടുത്തു. ആ കൂട്ടത്തിൽ ഈ ഒരു ചെറിയ പെൺകുട്ടി മാത്രമാണ് സാധാരണക്കാരിയായി കാണപ്പെട്ടത്. പക്ഷേ അവൾ ഒരു കോഴിക്കാൽ കഴിക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ മുടിക്ക് പിന്നിൽ രണ്ടാമതൊരു വായ പ്രത്യക്ഷപ്പെട്ടു. മിസ് പെരെഗ്രിൻ ആയിരുന്നു ഈ കോട്ടയുടെ ഉടമസ്ഥ. അത്താഴശേഷം അവർ എല്ലാ കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുപോയി ഗ്യാസ് മാസ്കുകൾ ധരിക്കാൻ ആവശ്യപ്പെട്ടു. അവൾ തന്റെ പോക്കറ്റ് വാച്ചിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് നിരവധി യുദ്ധവിമാനങ്ങൾ കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നു. അതിലൊന്ന് ഒരു ബോംബിട്ടു. അത് നേരെ അവരെ ലക്ഷ്യമാക്കിയാണ് വന്നുകൊണ്ടിരുന്നത്. മിസ് പെരെഗ്രിൻ തന്റെ വാച്ചിലെ ഒരു ബട്ടൺ വേഗത്തിലമർത്തി സമയം തത്ക്ഷണം നിശ്ചലമായി. തുടർന്ന് ബോംബ് വീഴുന്നതിന് കൃത്യം 24 മണിക്കൂർ മുൻപുള്ള സമയത്തേക്ക് അവൾ സമയത്തെ പിന്നോട്ട് തിരിച്ചുവിട്ടു.